ആണിപ്പഴുതുള്ള കരങ്ങൾ നമ്മിലേക്ക് നീട്ടിക്കൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നരുളി നമ്മുടെ നടുവിൽ എഴുന്നള്ളിയിരിക്കുന്ന അരുമനാഥനെ നമുക്ക് ഈ സമയത്ത് ഉൾക്കണ്ണ് തുറന്ന് നമുക്ക് കാണാം. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുവാൻ മതിയായവൻ, അപേക്ഷിക്കുന്നവരെ നിരസിക്കാത്തവൻ, തന്നെ സമീപിക്കുന്നവർക്ക് ആശ്വാസവും പ്രചോദനവും ദിശാബോധവും അനുഗ്രഹവും പകരുന്നവനായ കർത്താവ്. ആ കർത്താവ് തൻ്റെ കരങ്ങളെ നീട്ടി നമ്മെ അനുഗ്രഹിപ്പാൻ, നമ്മുടെ ആത്മീയമായ ആവശ്യങ്ങളെ അറിഞ്ഞ് അതിന് തക്കവണ്ണം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് ഓർക്കാം. ആ പാദത്തിങ്കലാവുന്നു നാം ഇരിക്കുന്നത്. ബേഥാനിയായിലെ മറിയാം എപ്രകാരമായിരുന്നു ഇരുന്നത് എന്ന് നമുക്ക് ഈ സമയത്ത് ഓർക്കാം. മറ്റ് ബന്ധപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അവളുടെ ശ്രദ്ധ പതറിക്കുവാൻ തക്കവണ്ണം പല സംഗതികൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിലേക്കൊന്നും തിരിയാതെ ഏകാഗ്രചിത്തയായി കർത്താവിൻ്റെ സന്നിധിയിൽ തൃപ്പാദത്തിങ്കൽ മാത്രം ഇരുന്നു കൊണ്ട് തന്നിലേക്ക് മാത്രം ശ്രദ്ധയൂന്നി ചെലവിട്ട ആ മറിയാമിനെ നമുക്ക് ഓർക്കാം. ഇവിടെ ശ്രദ്ധ പതറിക്കുവാൻ തക്കവണ്ണം പലതുമുണ്ട്. പല ശബ്ദകോലാഹലങ്ങളുണ്ട്. പലരും നടന്നും നടക്കും നീങ്ങിയും ഒക്കെ തന്നെ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ തക്കവണ്ണം പലതും ഇവിടെ കാണാം. എന്നാൽ ഈ കുറേ സമയം ദൈവാലയത്തിൽ നാം ഇരിക്കുന്ന ഈ സന്ദർഭത്തിൽ കർത്താവിനോട് ചേർന്നിരിക്കുന്ന അനർഘ നിമിഷങ്ങളായി, വിലപ്പെട്ട അവസരങ്ങളായി നമുക്ക് ഓർക്കാം. കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു, കം അപ്പാർട്ട് ആൻഡ് റെസ്റ്റ് ഫോർ എ വൈൽ. നിങ്ങൾ വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചുകൊള്ളുവീൻ എന്ന്. അങ്ങനെ തിരക്കേറി പ്രവർത്തനെതിരായി കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരോട് വാത്സല്യത്തോടും കാരുണ്യാതിരകത്തോടും പ്രത്യേകം അവരോടുള്ള കരുതലിൻ്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞു, നിങ്ങൾ വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചുകൊള്ളുവീൻ എന്ന്. നമ്മളും ജീവിതത്തിൻ്റെ പല തിരക്കുകൾ, പല പ്രയാസങ്ങൾ, പല പ്രശ്നങ്ങൾ, പല പ്രാരബ്ധങ്ങൾ ഇതൊക്കെയുണ്ട്. അവയിൽ നിന്നൊക്കെയും നാം വേറിട്ട് വന്ന് ആ പുണ്യവാന്റെ കബറിങ്കൽ നാം ആയിരിക്കുന്നു. അത് കർത്താവിൻ്റെ പാദപീഠത്തിങ്കലാവുന്നു എന്നും കൂടി നമുക്ക് ഈ സമയത്ത് ഓർക്കാം. നമുക്ക് കർത്താവെ അരുൾ ചെയ്യണമേ എന്ന് ആ ദൈവാലയത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ബാലൻ ദൈവത്തോട് അപേക്ഷിച്ചത് നാം ഓർക്കുന്നുണ്ടല്ലോ. യഹോവേ കൽപ്പിക്കണമേ, അടിയനിതാ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും പിൻവാങ്ങിക്കൊണ്ട് വചനം കേൾക്കുവാൻ, കർത്താവിൻ്റെ അരുളപ്പാടിനെ ശ്രവിക്കുവാൻ അടിയനിതാ കേൾക്കുന്നു എന്ന് പറയുന്ന ആ മനോഭാവത്തിൽ നമുക്ക് തൃപ്പാദത്തിൽ സമർപ്പിക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ വന്നിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ പ്രയാസപ്പെട്ടും ഞങ്ങൾ യാത്ര ചെയ്തും ഒക്കെയും ഇവിടെ ഈ പുണ്യസ്ഥലത്തെത്തിയിരിക്കുന്നത് ആത്മീയമായ കൃപകൾ പ്രാപിച്ച് ആത്മീയ നിറവിൽ ഞങ്ങൾ മടങ്ങിപ്പോകുവാനാകുന്നു. ശാരീരികമായ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെയും സഹിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയത് ആത്മാവിൽ നിറവുള്ളവരായി, കൃപയിൽ നിറഞ്ഞവരായി, ഞങ്ങളുടെ ജീവിതത്തിന് പുതുക്കവും പുതിയ ദർശനവും ഉള്ളവരായി മടങ്ങിപ്പോകുവാനുള്ള പ്രതീക്ഷയോടെ ആകുന്നു. സഫലമാകുവാൻ തിരുവുള്ളമുണ്ടാകണമേ. തൃക്കരം നീട്ടി ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ആയത് ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തിരുനാമത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ട് തന്നെ. ആമേൻ. ബാറക്കുമോ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധരായ പരിമല തിരുമേനിയുടെ 110-ാം ശ്രാദ്ധ പെരുന്നാൾ, അദ്ദേഹത്തിൻ്റെ ഓർമ്മ പെരുന്നാൾ നാം
ഇന്നും നാളെയുമായിട്ടാണ് നടത്തുന്നത്. ഒരാഴ്ച മുമ്പ് മുതൽ തന്നെ പെരുന്നാളിൻ്റെ പരിപാടികൾ ആരംഭിച്ചു. ഓരോ ദിവസവും ഓരോ പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഭംഗിയായി അതിൻ്റെ കമ്മിറ്റിക്കാർ അതൊക്കെ നടത്തിയിട്ടുണ്ട്. വിവിധ സംഘടനകളുടെ സമ്മേളനങ്ങളും പരിപാടികളും നടന്നു. ഇന്ന് ഈ രാവിലെ സമയത്ത് വേർതിരിച്ചിരിക്കുന്നത് തിരുസന്നിധിയിൽ അല്പസമയം ധ്യാനിക്കുവാനായിട്ടാണ്. അത് പെരുന്നാളിനുള്ള ഏറ്റവും നല്ല വലിയ ഒരുക്കമാണിത്. നാം ഇവിടെ എത്തിയിരിക്കുന്നത് നാം ദൈവസന്നിധിയിൽ അല്പസമയം ഒന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ തൃപ്പാദത്തിങ്കിൽ അല്പം ചേർന്നിരുന്നു കൊണ്ട് തിരുവചനത്തിൽ നിന്ന് കേൾക്കുന്നതിന്, ആ ഒരു അനുഭവത്തിലേക്കാണ് നമ്മെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ സമയത്ത് ക്ഷണിക്കുന്നത്. നമ്മുടെ ധ്യാനത്തിന് ഞാൻ വിഷയമായിട്ട് എടുക്കുന്നത് പൗലോസ് അപ്പോസ്തലന്റെ ഒരു പ്രാർത്ഥനയാണ്. അപ്പോസ്തലന്റെ ഈ പ്രാർത്ഥന നാം വായിക്കുന്നത് എഫേസ്യ ലേഖനത്തിലാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ നാം ഈ പ്രാർത്ഥന കണ്ടെത്തുന്നു. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിലും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടി ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന് സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷേ പരിശുദ്ധനായ പരിമല തിരുമേനിയും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന ഇതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇന്ന് നാം ആഗ്രഹിക്കുന്നതും നാം പ്രാപിക്കേണ്ടതും നാം ലക്ഷ്യമാക്കേണ്ടതുമായ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്, നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും എല്ലാം തന്നെ എന്താണ് നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് എന്ന് ഈ പ്രാർത്ഥനയിൽ അപ്പോസ്തലൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമേ പറയട്ടെ, പൗലോസ് അപ്പോസ്തലനെ പറ്റിയുള്ള ഒരു ദർശനം നമ്മുടെ മനസ്സിൽ വ്യക്തമായിട്ടുണ്ടാവണം. ഹീ വാസ് എ മാൻ ഓഫ് പ്രെയർ. വലിയൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ആ പ്രാർത്ഥനയുടെ ചിന്തകൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലെല്ലാം ചിതറിക്കിടക്കുന്നതായിട്ട് കാണാം. ഒരു ലേഖനം പോലും പ്രാർത്ഥന കൂടാതെ അദ്ദേഹം ആരംഭിച്ചിട്ടില്ല. എത്ര കൂലങ്കഷമായ വിഷയത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുവാൻ പോകുന്നത് എങ്കിലും, എത്ര ഗൗരവതരമായിരിക്കുന്ന വേദശാസ്ത്ര സംബന്ധമായ അല്ലെങ്കിൽ സഭയുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുവാൻ പോകുന്നത് എങ്കിലും, ആ ലേഖനം തുടങ്ങുമ്പോൾ പ്രാർത്ഥനയോടെയാണ്. എല്ലാ ലേഖനങ്ങളിലും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. ഇത് ഈ പുണ്യവാന്റെ ജീവിതവുമായി നാം ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് നൽകിയതായ ആ വലിയ ഒരു സ്ഥാനമാണ് നമ്മുടെ മനസ്സിൽ ഒന്നാമതായി ഉണ്ടാവേണ്ടത്. ശരീരം മുഴുവനും വേദനപ്പെട്ട് ചാട്ടവാറിൻ്റെ അടിയേറ്റ് രക്തം വാർന്നൊലിക്കത്തക്കവണ്ണം, അതുപോലെ തന്നെ നൊമ്പരപ്പെട്ട ഒരു അനുഭവത്തിൽ കൽത്തുറുങ്കിൽ ഇരുട്ടറയ്ക്കുള്ളിൽ കാലിനും കൈക്കും ചങ്ങലയിട്ട് ബന്ധനസ്ഥനായി കിടക്കുന്ന സമയത്തും അർദ്ധരാത്രി സമയത്ത് എഴുന്നേറ്റ് ദൈവത്തെ പാടി സ്തുതിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പോസ്തലനെയാണ് നാം കാണുന്നത്. പൗലോസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മറ്റാരായിരുന്നാലും വേദനയുടെ നടുവിൽ അതിനെപ്പറ്റി ദുഃഖിച്ചുകൊണ്ട് ഇതെന്തിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്ന മുഹൂർത്തത്തിലും പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തി സ്തുതിച്ചുകൊണ്ട് സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ അനവരതമായ കൃപകളെ സ്തോത്രം ചെയ്യുവാനാണ് ഈ വേദനയുടെ നടുവിൽ, കാരാഗ്രഹത്തിനുള്ളിൽ, ഇരുട്ടറയ്ക്കുള്ളിൽ, അർദ്ധരാത്രി സമയത്ത്
അദ്ദേഹം ഉയരപ്പെട്ടത് എന്ന് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ സ്ഥാനം എത്ര വലുത് എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ ഓരോന്നായി വിശകലനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഞാൻ ഓർക്കുന്നു, എന്നെ ആദ്യം ആകർഷിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എഴുതിയൊരു പുസ്തകം പൗലോസിൻ്റെ പ്രാർത്ഥനകൾ എന്നുള്ളതായിരുന്നു. അത് ഏറെ പ്രചാരത്തിൽ വന്നു. ആരും കൈവയ്ക്കാത്ത മേഖലയിലാണ് ഞാൻ പലപ്പോഴും എൻ്റെ ചിന്തയും ശ്രദ്ധയും പതിയുന്നത്. മറ്റാരും തന്നെ പൗലോസിൻ്റെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞു മാത്രമായ ഒരു പഠനം നടത്തിയിട്ടില്ലാത്ത അക്കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് ഈ വിഷയമെടുത്ത് പഠിച്ചു. അങ്ങനെ ഒരു ചെറിയ പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി, പൗലോസിൻ്റെ പ്രാർത്ഥനകൾ എന്ന്. ഇതിൽ എഫേസ്യ ലേഖനത്തിൽ 2 പ്രാർത്ഥനകളുണ്ട്, 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും. 1-ാം അധ്യായത്തിലെ പ്രാർത്ഥന നാം വായിക്കുന്നത് 15-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെയാണ്. 1:15 മുതൽ 23 വരെ ദീർഘമായൊരു പ്രാർത്ഥന, പ്രൗഢമായിരിക്കുന്ന ആശയങ്ങൾ കൊണ്ട് നിറഞ്ഞ് അങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു പ്രാർത്ഥന. ഞാൻ അതല്ല, കുറെ കൂടെ നമുക്ക് ഇന്ന് പ്രസക്തമായിരിക്കുന്ന ഒന്നാണ് ഈ 2-ാമത്തെ പ്രാർത്ഥന. അതായത് 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ വായിച്ചത്. ഇവിടെ പ്രാർത്ഥനയുടെ പ്രത്യേകമായ പല സത്യങ്ങൾ നമുക്ക് ഓർക്കുവാനായിട്ടുണ്ട്. 1-ാമത്തെ കാര്യം, ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. 2, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. 3, എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്. ഈ 3 കാര്യങ്ങളിൽ നമ്മുടെ ഇന്നത്തെ ധ്യാനം നമുക്ക് കേന്ദ്രീകരിക്കാം. പ്രാർത്ഥനയെപ്പറ്റിയുള്ള 3 ചിന്തകൾ, 3 ചോദ്യങ്ങൾ. 1, ആരോട് പ്രാർത്ഥിക്കുന്നു. 2-ാമത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി. 3-ാമത്, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, ഏത് കാര്യങ്ങൾക്ക് വേണ്ടി, ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ പ്രാർത്ഥന നാം ദൈവസന്നിധിയിൽ നടത്തണം എന്നുള്ളത്. അതിൽ 1-ാമത്തെ കാര്യം പറയുന്നത്, നാം ആരുടെ മുമ്പിലാണ് പ്രാർത്ഥിക്കുന്നത് എന്നാദ്യം പറയുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിലും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ എത്തുന്നത് സ്വർഗീയനായ പിതാവിൻ്റെ മുമ്പിലാണ്. പിതാവ് എന്നുള്ള ചിന്ത, ആ ഒരു സങ്കല്പം, ആ ഒരു ആശയം നമ്മുടെ മനസ്സിൽ എന്തൊക്കെ മാധുര്യമുള്ള ചിന്തകളാണ് ഉണർത്തുന്നത്. എൻ്റെ പിതാവ് എന്ന് ഞാൻ കേൾക്കുമ്പോൾ എന്നെ കരുതുന്ന, എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന, എന്നെ വാത്സല്യത്തോടെ നോക്കിക്കാണുന്ന, ഞാൻ തെറ്റു ചെയ്യുമ്പോൾ എന്നെ ശാസിക്കുന്ന, എന്നെ തിരുത്തുന്ന, എനിക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന, ഞാൻ അപേക്ഷിക്കുമ്പോൾ ഒരിക്കലും അത് നോ എന്ന് പറയാതെ അത് ആ സമയത്ത് നൽകി എന്നെ സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന, ഈ വിധത്തിലുള്ള എന്തെല്ലാം മാധുര്യമുള്ള ചിന്തകളാണ് ഒരു പിതാവ് എന്നുള്ള സങ്കല്പത്തിൽ നമ്മളെ മനസ്സിൽ ഉയരുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു വന്നപ്പോൾ ദൈവത്തെ ആരായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. കേവലം ഒരു പരാശക്തിയായിട്ടല്ല, ഏതോ ഒരു ഉഗ്രമൂർത്തിയായിട്ടല്ല, പിന്നെയോ പിതാവ്, സ്വർഗത്തിലെ പിതാവ്. ആ ഒരു സങ്കല്പം വളരെ മാധുര്യമുള്ളതാണ്. പിതാവ് എന്ന് നമുക്ക്, അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന്, അപ്പച്ച എന്ന്. അവിടുന്ന് ഗെത്സെമോൻ തോട്ടത്തിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോഴും ദൈവത്തെ സംബോധന ചെയ്തത് എങ്ങനെ? ദബ്ബാ എന്ന, പിതാവേ എന്നാ വിളിച്ചത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നാം ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നത്, പിന്നെയോ അബ്ബ എന്ന് വെച്ചാൽ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചിരിക്കുന്നത്. നമുക്ക് ഇത് വലിയൊരു പദവിയാണ്. എന്ത്? ദൈവസന്നിധിയിൽ വന്ന് ഞാൻ അജ്ഞാതനായിരിക്കുന്ന ഒരാളിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുകയല്ല, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി കരുതുന്ന
പിതാവിൻ്റെ വാത്സല്യനിധിയായ പിതാവിൻ്റെ അടുക്കൽ ഞാൻ വരുന്നു എന്നുള്ളത് പറയുമ്പോൾ ആ മുമ്പിലേക്ക് വരുന്നത് എത്രമാത്രം ആനന്ദകരമായ ഒരു അനുഭവമാണ്. ഒരു കുഞ്ഞ് അതിൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് ഓടി എത്തുന്നത് എത്രയധികമായ സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ, ആനന്ദം നിറഞ്ഞ അനുഭവത്തിൽ അതേ മനോഭാവമാണ്, അതേ വികാരമാണ് പ്രാർത്ഥനയ്ക്കായി നിൽക്കുമ്പോൾ ദൈവമക്കളുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്, അബ്ബാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുന്നുണ്ട്. 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ നാം ആകുന്നു. എങ്ങനെ? വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നാം ദൈവത്തിന്റെ മക്കളെങ്കിലോ നാം അവകാശികളെന്ന് മാത്രമല്ല, അപ്പച്ച എന്ന് വിളിച്ച് അവിടുത്തെ മുമ്പിലേക്ക് വരുവാനുള്ള ഒരു വലിയ അവസരമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നാം ഓർക്കേണ്ടത്, നാം ആരുടെ മുമ്പിലാണ് ചെന്ന് നിൽക്കുന്നത്, ആരുടെ മുമ്പിലാണ് മുട്ടുകുത്തുന്നത്, ആരെയാണ് നാം സമീപിക്കുന്നത്. വ്യക്തമായ ഒരു ചിത്രം ഉണ്ടാവണം, വ്യക്തമായ ഒരു ബോധ്യമുണ്ടാകണം. അതല്ലാതെ കുരിശും വരച്ച് കുറെ ചൊല്ലിക്കൂട്ടുന്നത് പ്രാർത്ഥനയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ സാന്നിധ്യബോധം, എന്നെ സ്നേഹിക്കുന്ന, കരുണയോടുകൂടി എന്നെ കാത്തു പരിപാലിക്കുന്ന ആ പിതാവിൻ്റെ മുമ്പിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്നുള്ള ചിന്തയാണ് നമ്മെ ഭരിക്കേണ്ടത്. കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന വലിയൊരു സത്യവും ഇത് തന്നെയാണ്, ദൈവത്തെ പിതാവായി കാണുക എന്നുള്ളത്. അതുകൊണ്ട് അബ്ബാ എന്ന് വിളിക്കുവാനാണ് കർത്താവ് പഠിപ്പിച്ചത്. എന്നാൽ യഹൂദന്മാര് ഒരിക്കലും ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കില്ല. അബ്ബാ എന്ന് വിളിക്കുന്നത് അവരുടെ മാനുഷിക പിതാവിനെ വിളിക്കുന്ന വാക്കാണ്. അവരുടെ മാനുഷിക പിതാവിനെ അബ്ബ എന്നാ വിളിക്കുന്ന, അബോ അബ്ബ എന്ന് അവർ വിളിക്കുന്നത്. ആ വാക്ക് ഒരിക്കലും ദൈവത്തെ സംബോധന ചെയ്യുവാൻ യഹൂദന്മാർ ഉപയോഗിക്കുകയില്ല. എന്തുകൊണ്ടാ? കാരണം ദൈവം അതിൽ നിന്നൊക്കെയും അതീതനായി, അഗമ്യ തേജോമയനായി, എല്ലാത്തിലും അതീതനായി വസിക്കുന്ന ദൈവത്തെ നമ്മൾ സാധാരണ മാനുഷികമായ പിതാവിനെ വിളിക്കുന്ന ആ വാക്ക് ചേർത്ത് അബ്ബ എന്ന് വിളിക്കാമോ എന്നുള്ള ശങ്ക കൊണ്ട്, ആ ഒരു സന്നിഗ്ധത കൊണ്ട് അവരൊരിക്കലും അബ്ബാ എന്ന് ദൈവത്തെ വിളിക്കില്ല. എന്നാൽ യേശുക്രിസ്തു വന്നിട്ട് അതൊരു മാറ്റം വരുത്തി. നിങ്ങൾ ദൈവത്തെ എങ്ങനെ വിളിക്കണം? നിങ്ങളുടെ മാനുഷിക പിതാവിനെ നിങ്ങൾ വിളിക്കുന്നില്ലേ? എങ്ങനെ അബ്ബാ എന്ന്? ആ പേര് തന്നെയാണ് വിളിക്കേണ്ടത്. കാരണം അത്രമാത്രം ഇൻറ്റിമസി, അത്രമാത്രം അടുപ്പം, അത്രമാത്രം ഉറപ്പം നിങ്ങൾക്ക് ഈ പിതാവിനും ദൈവത്തോടുണ്ട്. അതുകൊണ്ടാണ് പിതാവേ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഒരു വാക്കും കൂടെ ചേർത്തിരുന്നു. എന്താ? സ്വർഗസ്ഥനായ പിതാവ്. മാനുഷിക പിതാവിൽ നിന്ന് വ്യത്യസ്തനായി ഉള്ള ഒരു അനുഭവം കൂടി ഓർത്തുകൊണ്ട് വേണം സ്വർഗസ്ഥനായ. അത് പറയുമ്പോഴേക്കും ആദരവും ബഹുമാനവും ആ എല്ലാം നമ്മുടെ മനസ്സിൽ തിങ്ങി വരും. സ്വർഗസ്ഥൻ എന്നുള്ള ചിന്ത വരുമ്പോൾ എന്നിട്ട് വിളിക്കുന്നതാണ് പിതാവേ എന്ന്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നാം ആരുടെ മുമ്പിലാണ് പ്രാർത്ഥിക്കുവാൻ എത്തുന്നത്? പിതാവിൻ്റെ മുമ്പിൽ. ഈ പിതാവിനൊരു വിശേഷണമുണ്ട്. എന്താ വിശേഷണം? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ, എല്ലാ പിതൃത്വത്തിനും കാരണഭൂതനായിരിക്കുന്ന ആ പിതാവിൻ്റെ മുമ്പിലാണ്. നമ്മൾ കുടുംബങ്ങളെ പറ്റിയൊക്കെ ഊറ്റം കൂടുന്നവരാണ്. പകലോ മറ്റും കുടുംബം, അല്ലെങ്കിൽ മറ്റു ചില കുടുംബങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ആ കുടുംബത്തിൽപ്പെട്ടവരെന്ന് പലപ്പോഴും നാം അഭിമാനത്തോടെ ഇങ്ങനെ പഠിക്കുന്നവരാണ്. എന്നാൽ ഇവിടെയുള്ളത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ കുടുംബങ്ങൾക്കും കാരണഭൂതനായ ആ പരമപിതാവിൻ്റെ മുമ്പിലേക്ക് വരുവാനുള്ള ഭാഗ്യം നിനക്കുണ്ട്, എനിക്കുണ്ട്. ഞാൻ പ്രാർത്ഥനയെ കാണുന്നത് ഈ വലിയൊരു അനുഭവത്തിലും ആ ചിന്തയിലുമാണ്. എന്നെ സ്നേഹിക്കുന്ന ആ പരമപിതാവിൻ്റെ അടുക്കൽ അവിടുത്തെ മകൻ എന്ന നിലയിൽ അബ്ബ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ മുമ്പിലേക്ക് വരുന്നതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നിങ്ങൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് നാം എപ്പോഴും 5 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കാനുള്ളൂ എങ്കിലും
അത് 1 മിനിറ്റ് എങ്കിലും ആ സാന്നിധ്യബോധം ഒന്ന് നമ്മുടെ മനസ്സിൽ വരുവാൻ തക്കവണ്ണം നാം ഒന്ന് ഓർത്ത് ആ മുഖവും നമ്മെ നോക്കിക്കാണുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിൽ ആ പിതാവിൻ്റെ മുമ്പിൽ ആയിരിക്കുന്നു എന്നുള്ള ബോധം വന്നിട്ട് വേണം നാം പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ. അതല്ല എങ്കിൽ ഉരുപിടിയിൽ നടക്കും, പ്രാർത്ഥനയാവില്ല എന്നുള്ളത് ഞാനിവിടെ ഓർമ്മപ്പെടുത്തട്ടെ. അത് എവിടെ ചെന്നാലും, ഏത് ഭവനത്തിലെ പ്രാർത്ഥനയായിരുന്നാലും വ്യക്തിപരമായി നടത്തുന്ന പ്രാർത്ഥനയായിരുന്നാലും എപ്പോഴും ആ സാന്നിധ്യബോധവും ആ പിതാവിൻ്റെ മുമ്പിലാകുന്നു എന്നുള്ള ചിന്തയും നമ്മെ 2 വിധത്തിൽ അതിലേക്ക് നയിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഓർക്കാം എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ മുട്ടുകുത്തുന്നു എന്ന്. യഹൂദന്മാര് മുട്ടുകുത്തി അല്ല പ്രാർത്ഥിക്കുന്നത്. ഞാൻ 1 വർഷം ജെറുസലേമിലായിരുന്നു. അന്ന് അവിടെയുള്ള അവരുടെ പല സിനഗോഗുകളുമായിട്ടൊക്കെ കാണുന്നതിനും അതുപോലെ തന്നെ പലതും സംബന്ധിക്കുന്നതും നോക്കി കാണുന്നതിനിടയായിട്ടുണ്ട്. അവരെപ്പോഴും നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ പാരമ്പര്യമാണ് നമുക്കും ഉള്ളത്. നമ്മൾ നിന്നുകൊണ്ട് കൗമ നിൽക്കുന്ന നിലവിൽ അതിൽ നിന്ന് ആ വാക്ക് തന്നെ ഉണ്ടായിരിക്കുന്നത്. നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് നമുക്കും. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറ്റൊന്ന് ഒരു വശമുണ്ട്. വളരെ തീവ്രമായിരിക്കുന്ന തീക്ഷ്ണമായിരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ അവർ മുട്ടുകുത്തുന്നു എന്നുള്ളത്. ഔപചാരികമായ കാനോനികമായ ആ ഔദ്യോഗികമായ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. എന്നാൽ പ്രത്യേകമായിരിക്കുന്ന പ്രൈവറ്റ് ആൻഡ് പേഴ്സണൽ ഇൻറ്റിമേറ്റ് പ്രെയർ അങ്ങനെയുള്ള പ്രാർത്ഥന വരുമ്പോൾ മുട്ടുകുത്തുന്നു. അതാ ഗെത്സെമോനിൽ നാം കാണുന്നത്. ഒരു കല്ല് ദൂരം പോയി അവിടെ മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുന്നു. ഈ മുട്ടുകുത്തുന്നു എന്നുള്ളത് വണക്കത്തിൻ്റെയും ആദരവിൻ്റെയും നമ്മൾ തന്നെ സമർപ്പണത്തിൻ്റെയും അനുഭവമായി നാം ഓർക്കണം. പ്രാർത്ഥനയിൽ വരേണ്ട ഒന്നാണ് ഈ സമർപ്പണം എന്നുള്ളത്. മനസ്സും ശരീരവും ആത്മാവും ദൈവസന്നിധിയിൽ ആ പിതാവിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ഉടമ്പാടെ നാം സമർപ്പിച്ചുകൊണ്ട് വിനയത്തോടെ ആദരവോടെ ഭക്തി ആദര പുരസരം അവിടെ പ്രാർത്ഥിക്കുവാൻ കഴിയണം. അതാ മുട്ടുകുത്തുന്നതിൻ്റെ ഒരു വലിയ അർത്ഥമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഈ പറയുന്ന ആ ഒരു വലിയ ആദരവ്, ഈ പറയുന്ന ഭക്തിയുടേതായിരിക്കുന്ന ഒരു ചിന്ത ഇല്ലാതെ ഉള്ള പ്രാർത്ഥനയാണ് പലപ്പോഴും നടത്തുന്നത്. കാരണം ഇതെന്നും ഈ ആയിക്കഴിയുമ്പോൾ ഭക്തിയുടെ വികാരങ്ങളൊക്കെ മാറിപ്പോകും. പിന്നെ നമുക്കിതൊരു റുട്ടീനായി തീരുന്ന ഒരു അനുഭവമാണ്. പൗലോസ് അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകുന്നത്, നീ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ നിന്നെ തന്നെ വണക്കി നിന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിനയത്തിന്റെ ആത്മാവിൽ ശരീരവും ആത്മാവും മനസ്സും അവിടെ തന്നെ പ്രണമിച്ചുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളെ പല ആളുകളും പള്ളിയിൽ വന്ന് നിൽക്കുന്നത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും അലക്ഷ്യമായി പള്ളിയിൽ വർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന സമൂഹം നമ്മെപ്പോലെ മറ്റധികമില്ല. കത്തോലിക്ക സഭയിലാണെങ്കിൽ അതുപോലെ മറ്റ് സമൂഹത്തിലാണെങ്കിൽ ഒക്കെ തന്നെ വ്യത്യസ്തമാണ്. നമ്മളാണ്, ഞാൻ പറയട്ടെ, ഒരു ആത്മശോധന ചെയ്യുവാൻ വേണ്ടിയതാണ്. ആരാധനയിൽ സംബന്ധിക്കപ്പെടുത്ത നിങ്ങളുടെ നിലപാട് എങ്ങനെയാ? അത് പരിമലപ്പള്ളി ആയാലും വേണ്ടില്ല, കോത്തലപ്പള്ളി ആയിരുന്നാൽ ഏത് പള്ളിയുമാകട്ടെ, ദൈവത്തിന്റെ സന്നിധിയിലാണ്. ഇത് പരിമലിക്കുമ്പോൾ മാത്രമല്ല ദൈവത്തിന്റെ സാന്നിധ്യം. 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യേ ഉണ്ട്. ആ മധ്യത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം വരുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ അറിയാതെ കിടിലം കൊണ്ട് ഈ ദൈവത്തിന്റെ മുമ്പിൽ ഭക്തി ആദരവോടെ നമുക്ക് വരുവാൻ, അതായത് മുട്ടുകുത്തുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഭക്തിയുടെ വികാരത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിനാണ്. കുർബാനയുടെ ഇടയ്ക്ക് ഷമ്മാശൻ ശുശ്രൂഷകൻ വിളിച്ചു പറയും, ഭയത്തോടും വിറയലോടും നിങ്ങൾ സൂക്ഷിക്കണം, കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ഉരുവിടുന്നതും ശബ്ദം പുറപ്പെടുവിക്കുന്നതും എന്നുള്ളതല്ലാതെ മറ്റു പ്രതികരണം ഒന്നും അത് സംബന്ധിച്ചുണ്ടാവുന്നില്ല എന്നുള്ളത് ഞാനിവിടെ അറിയിക്കട്ടെ. ഏതായിരുന്നാലും നമുക്ക് ദൈവസന്നിധിയിൽ എത്ര നാളെന്ന് അറിയുന്നില്ല. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ
എന്നെപ്പറ്റി തന്നെ ഓർക്കുകയായിരുന്നു. ഇത്രയും കാലമൊക്കെ കഴിഞ്ഞു. ഇവിടെ വന്ന് ഞാൻ പ്രസംഗിച്ചത് 58 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യം ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. പരിമൽ വന്ന് പ്രസംഗിക്കുന്നത് 54 സെമിനാരിയിൽ അധ്യാപകനായി വന്ന വർഷത്തിലാണ്, ഷമ്മാശനായി. അന്നും കോരിച്ചൊരിയുന്നു മഴയുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ ഇത്രയുമായി. ഇനി എങ്ങനെ ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്കായി നിൽക്കുമ്പോൾ ഇനിയും എത്ര നിശ്ചയമില്ല. ആ ഓരോ നിമിഷവും ഓരോ സന്ദർഭവും എത്രയും ആദരവോടും ഭക്തിയോടും ദൈവം നമുക്ക് തരുന്ന അനർഘ നിമിഷങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ നാം അതിനെ അംഗീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ഉത്തരം ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ. ആദരവോടും ഭക്തിയോടും വിനയത്തോടും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടാകണം. ഇന്ന് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് തിരികെ പോകുമ്പോൾ തിരുമേനിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് നടപടിയായി കിട്ടും, ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് പുഷ്ടിപ്പെടുത്തുവാൻ സാധിക്കേണ്ടത്? ഇന്നത്തെ അതിൻ്റെ അനുഭവത്തിൽ നിന്ന് അതിനെ ഒന്നുകൂടി ഹൗ ടു ഇംപ്രൂവ് മൈ പ്രെയർ ലൈഫ്. മറ്റു പലതിനും നമ്മൾ ശ്രദ്ധാലുക്കളാണ്, എനിക്കറിയാം. പക്ഷേ ഈ പ്രാർത്ഥന കമ്മിയായി പോകുന്നത് എന്ത്? നമ്മുടെ പ്രാർത്ഥന അനുഭവമാണ്. അവിടെയാണ് നമുക്കിന്ന് ഊന്നൽ കൊടുക്കേണ്ടത്. ആലുവായിലെ ചാക്കോ സാറ് പറയുന്നൊരു ദൃഷ്ടാന്തമുണ്ട്, പറഞ്ഞുകൊണ്ടിരുന്ന ദൃഷ്ടാന്തമുണ്ട്. ആലുവായിലെ ചാക്കോ സാർ എന്ന് പറഞ്ഞാൽ പരേതനായി KC ചാക്കോ സാറ്, KC മാമൻ മാപ്പിളയുടെ സഹോദരൻ, ആലുവ കോളേജിൻ്റെ സ്ഥാപകൻ, ഒരു വലിയ ആത്മീയ ഗുരുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ വലിയ ഇങ്ങനെയുള്ള പരിവേഷമൊന്നും ആരും വെച്ചിട്ടില്ലെങ്കിൽ ഒരു പരിശുദ്ധനായി തന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം അനേകരുടെ ആ ജീവിതത്തെ സ്പർശിച്ചിട്ടുള്ളതും സ്വാധീനിച്ചിട്ടുള്ളതും രൂപാന്തരപ്പെടുത്തുവാൻ സഹായകവുമായിട്ടുള്ളതാണ്. അദ്ദേഹം പറയുമായിരുന്നു, വള്ളത്തിൽ ആള് കൂടിയാൽ വല്യമ്മയെ എടുത്ത് വെള്ളത്തിലിടാം എന്ന് പറയുന്നു എന്ന്. അറിയാമല്ലോ, കടക്കാനായിട്ടുള്ള ഈ കൊടുമ്പ് വള്ളത്തിൽ 10 പേരെ കയറാനൊക്കെ ഉള്ളെങ്കിലും 11 പേരുണ്ട്. അപ്പം പിന്നെ എന്താ ചെയ്യുന്ന, ഒരാൾ മാറ്റി. അങ്ങനെയാണ് നമുക്ക് ആ വല്യമ്മ എടുത്ത് വെള്ളത്തിലിടാം, മറ്റുള്ളവർക്ക് സുരക്ഷിതമായി പോകാമല്ലോ എന്ന് പറയുന്ന വിധത്തിലാണ് ഇന്ന് ഓർത്തഡോക്സുകാരുടെ പ്രാർത്ഥന അനുഭവം എന്നാ പറയുന്നത്. ഈ വല്യമ്മ എടുത്ത് വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന അനുഭവത്തിലാണ് പ്രാർത്ഥന. മറ്റൊന്നിനും മുടക്കമില്ല. മറ്റൊന്നൊക്കെയും വളരെ നമ്മൾ ഫിക്ഷനറി ഒക്കെ നമ്മൾ നടത്തും. നമ്മുടെ സീരിയലിന് വല്ലതും കുറവുണ്ടോ? അതൊന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, പിന്നെയും നമ്മളിങ്ങനെ തുടരുകയാണ്. അതിനൊന്നും കുറവില്ല. പിന്നെ കുറവ് വരുന്നത് എപ്പോഴാണ്? ഈ കാര്യത്തിലാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ പ്രാർത്ഥനയുടെ അനുഭവത്തിന് അല്പമായ ഒരു ചലനം, അല്പമായ ചില ഒരു ചിന്തകൾ, തീരുമാനങ്ങൾ എടുത്തു പോകുവാൻ കഴിഞ്ഞാൽ ദൈവം മഹത്വപ്പെടട്ടെ. അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് 2 കാര്യങ്ങളാണ് നാം ഇതുവരെ ചിന്തിച്ചത്. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന ആ പരമപിതാവിൻ്റെ മുമ്പാകെ. 2, എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? അത് പള്ളിയിൽ വെച്ചായിരുന്നാലും ഭവനത്തിൽ വെച്ചായിരുന്നാലും മറ്റേതെങ്കിലും സ്ഥലത്തായിരുന്നാലും എപ്പോഴും പ്രാർത്ഥന എന്ന് പറയുന്നത് ആദരവോടും ഭക്തിയോടും വണക്കത്തോടും ആയിരിക്കണം എന്നുള്ളത് ഇവിടെ പ്രത്യേകമായി നമുക്ക് ഓർക്കാവുന്നതാണ്. ഇനി 3ാമത്തെ ചോദ്യമാണ് നമുക്ക് അല്പം വിശദമായി ചിന്തിക്കുവാനായിട്ടുള്ളത്. എന്താ 3ാമത്തെ ചോദ്യം? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന 3ാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത് എന്ന്. അതല്ലേ ഏറ്റവും പ്രധാനം. ഞാൻ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? ഇവിടെ അപ്പോസ്തലൻ 4 കാര്യങ്ങൾ നമ്മുടെ ആവശ്യത്തിൽപ്പെടുന്നതായി പറയുന്നുണ്ട്. ഇത് അന്നത്തെ എഫേസൂസിലെ സഭയിലെ ആളുകൾക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനയാണെങ്കിൽ ഇന്ന് അത് മലങ്കര സഭയിലുള്ള എപ്പേർപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയും അപ്പോസ്തലൻ നടത്തുന്ന പ്രാർത്ഥനയുടെ 4 വിഷയങ്ങളാണ്. നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? 1ാമത്തെ കാര്യം നമുക്ക് ഇവിടെ പറയുന്നു, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. ദാറ്റ് ഈസ് അവർ പ്രൈമറി നീഡ്. നമ്മുടെ പ്രാഥമികമായ ആവശ്യമത, അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം.
ഇന്ന് പുറമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടുവാൻ തക്കവണ്ണമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ശരീരത്തിൽ എന്തെങ്കിലും ഒരു ക്ഷീണം വന്നാൽ ഉടനെ നമ്മൾ സ്പെഷ്യലിസ്റ്റിനെ അല്ല, സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണും. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം, ചെങ്ങോലിയോ ചീങ്ങോലിയോ എവിടെ വേണേലും പോയി വേണമെങ്കിൽ ഒരു മാസം കിടക്കും മെത്രാച്ചന്മാരുൾപ്പെടെ. അതൊന്നും ഒരു മടിയില്ല. ശരീരത്തിൻ്റെ ആ കാര്യത്തിന് അതിന് തളർച്ച തീർക്കുവാൻ നമ്മളൊക്കെയും നല്ലതാണ്. കുഴപ്പമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതുകൊണ്ട് ആ മന്ദിരത്തെ, ദൈവത്തിൻ്റെ മന്ദിരത്തെ വിശുദ്ധമായി ആരോഗ്യത്തോടെ സൂക്ഷിക്കണം. വേണ്ടത് ഞാൻ പറയുന്നില്ല, അത് കാത്തു സൂക്ഷിച്ചോ. ഏത് നല്ല സ്പെഷ്യലിസ്റ്റിനെയൊക്കെ പോയി കണ്ടോ, നല്ലത് തന്നെ. എൻ്റെ 2 പിള്ളേർ ഡോക്ടേഴ്സ് ആയിട്ടുള്ളതുകൊണ്ട് അവർക്ക് കാശ് കിട്ടട്ടെ, നല്ല കാര്യം. പക്ഷേ അതല്ല പ്രധാനമായിരിക്കുന്നത്. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നില്ല എങ്കിൽ വരുന്നത് ഇന്ന് ശക്തി പ്രകടനങ്ങളുടെ അനുഭവത്തിലേക്ക് സഭയുടെ എല്ലാ പരിപാടികളും നീങ്ങിപ്പോകുന്നു. നേരെ മറിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പുറമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടുകയും അകമേയുള്ള മനുഷ്യൻ ശോഷിച്ചു വരികയും ബലഹീനമായി തീരുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബാഹ്യമായിരിക്കുന്ന പലതിലേക്കും നമ്മൾ പുറപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ അകമേയുള്ള മനുഷ്യന് ശക്തിപ്പെടണം. എൻ്റെയും നിങ്ങളുടെയും ആവശ്യം അതാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലഹീനമായി തീരുന്നുവെങ്കിലും അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ എന്തോ എന്നറിയാമോ, പുതുക്കം പ്രാപിക്കുന്നു എന്ന്. ദ ഇന്നർ മാൻ ഈസ് ബീങ് റീപ്ലെനിഷ്ഡ്. അപ്പോസ്തലൻ ഇത് വാർദ്ധക്യത്തിൽ എഴുതുന്ന ഒരു കത്താണ്. ആ അവസരത്തിൽ അപ്പം ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു വരിക. ഞാനും ഓർക്കുകയാണ്, നടക്കുമ്പോഴൊക്കെ ഇച്ചിരി ക്ഷീണമുണ്ട്, ജലാനരകളൊക്കെ ബാധിച്ചിട്ടുണ്ട്, പ്രയാസങ്ങൾ പലതുണ്ട്. ശാരീരികമായി പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു വരുന്നുണ്ട്. പക്ഷേ ഒന്ന് ഞാൻ പറയാം, എൻ്റെ അകമേയുള്ള മനുഷ്യൻ ബലഹീനമാകുവാൻ ഞാൻ അനുവദിച്ചിട്ടില്ല, ഞാൻ അതിന് ഇടം കൊടുക്കില്ല. അതാണ് എൻ്റെ ഏറ്റവും ജീവിതത്തിൻ്റെ വലിയ കരുത്ത് എന്ന് ഞാൻ പറയട്ടെ. ഇത്രയും രോഗങ്ങളുടെ കടന്നാക്രമണം ഉണ്ടായിട്ടും ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വന്നിട്ടും പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞത് എൻ്റെ അകമേയുള്ള മനുഷ്യനെ ദൈവം തമ്പുരാൻ കാത്തു സൂക്ഷിച്ചു, ബലപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പരിമലത്തിന്മേനിയെപ്പറ്റി നാം ഓർക്കുന്നു, ചിന്തിക്കുന്നു. കൃഷകാത്രനായ ഒരു മനുഷ്യൻ, കൃഷകാത്രനായ ഒരാള്, കൊലവയൽ ഒന്നുമില്ല, അല്പാംശമായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് പിന്നെ എന്താ അദ്ദേഹത്തിന് ശക്തി? പുറമേയുള്ള ശക്തിയല്ല, അകമേയുള്ള ശക്തിയാണ്, ആന്തരികമായ ശക്തി. അങ്ങനെയുള്ള ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്, ആന്തരികമായ ശക്തി ഉള്ള ആളുകൾ. ഇന്ന് ഈ അകമയുള്ള മനുഷ്യൻ്റെ ഇന്നർ മാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അന്നത്തെ ആളുകൾക്ക്, പ്രത്യേകിച്ച് യവന ചിന്താഗതിയും യവന ആശയങ്ങളും സുപരിചിതമായിരുന്ന ആളുകൾക്ക് വേഗം മനസ്സിലാകും ദ ഇന്നർ മാൻ, അകമേയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതെന്തൊക്കെയാ? അവരുടെ ചിന്ത, അവരുടെ വികാരം, അവരുടെ ഇച്ഛാശക്തി, അവരുടെ മനസാക്ഷി, ഇങ്ങനെയുള്ള എല്ലാ ആന്തരിക ചേതനകളുടെയും സമാഹാരമാണ്. ഓൾ ദി ഇന്നർ ഫാക്കൽറ്റീസ് ഓഫ് മാൻ. അതാ അകമേയുള്ള മനുഷ്യൻ. ദി ഇന്നർ ഫാക്കൽറ്റീസ് ഓഫ് മാൻ. അകമേയുള്ള ആ ഘടകങ്ങൾ എല്ലാം ശക്തിപ്പെടണം. വികാരം അത് വേണ്ട വിധത്തിൽ നിയന്ത്രിതമായി ശക്തിപ്പെടണം. മനസാക്ഷി മരവിക്കാൻ പാടില്ല, ശക്തിപ്പെടണം. വിചാരം, ചിന്തിക്കുവാനുള്ള കഴിവ് ശക്തി പ്രാപിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ശക്തിപ്പെടുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ മാറ്റം ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഇന്ന് ഞാനിപ്പോഴും 83 നിൽക്കുകയാണ്. 2-3 മാസം കൂടെ കഴിയുമ്പോഴേക്ക് 2 മാസം കൂടെ കഴിയുമ്പോൾ 84 കടക്കും. ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവം എന്നെ ഇത്രത്തോളം താങ്ങി നിർത്തുന്നത് അവിടുത്തെ കരുണയൊന്നു മാത്രമാണ്. പുറമേയുള്ള മനുഷ്യൻ രോഗത്തിന് അധീനനായിട്ടുള്ളതാണ്, അംഗപ്രത്യംഗം ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ളതാണ്, മറ്റനവധി പരാധീനതകളൊക്കെ ഉണ്ട്. എന്നാൽ ഇന്നും പിടിച്ചു നിൽക്കുന്നത് അല്പം വെളിച്ചം ശക്തി അകത്ത് കിട്ടിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കുവാനുള്ളത്, പരിമലത്തിന്മേനിയെപ്പറ്റി നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സവിശേഷത,
അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നാം ആർജിക്കുവാൻ ആഗ്രഹിക്കേണ്ടത്. ഈ വലിയ ഒരു ഔന്നത്യമാണ്. എന്ത്? അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടണം. അതെങ്ങനെയാ? അവിടെ പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകം ഉള്ളവർ ഒന്ന് നോക്കിയാട്ട് അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടേണ്ടത് എങ്ങനെയെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാലാണ് ഈ അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടുന്നത്. പരിശുദ്ധാത്മാവാണ് ശക്തി നൽകുന്നത്. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം എന്ന് കർത്താവ് പറഞ്ഞു. ആത്മാവ് ലഭിക്കുവോളം എന്ന് പറഞ്ഞില്ല. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം. ശക്തി പരിശുദ്ധാത്മാവാണ്. ആത്മാവിനെ എനിക്ക് ലഭിക്കുമ്പോൾ, ആത്മാവിനെ വന്ന് നിറയുമ്പോൾ ഞാൻ അറിയാത്തൊരു ശക്തി ചൈതന്യം എനിക്കുണ്ടാകും. അപ്പോൾ പിന്നെ ഈ അപ്പൂപ്പൻ താടി പോലെ കാറ്റത്ത് പറന്നു പോകില്ല. അപ്പോൾ പിന്നെ വേഗത്തിൽ ഉതിർന്നു പോകില്ല. ഏത് സാഹചര്യത്തെയും പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം കരുത്തുണ്ടാകും. നമുക്കറിയാമല്ലോ പത്രോസിന്റെ അനുഭവം. എത്ര ദാരുണമായി പരാജയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി എന്ന് പറയുമ്പോൾ കേവലം ഒരു പെൺകുട്ടിയുടെ മുമ്പിലാണ് ഞാൻ അവനെ, ഗുരുവിനെ എന്നൊന്നുമല്ല, അവനെ എന്നുള്ള വാക്ക്. അയ്യോ, എത്ര നീചമാണ് ആ വാക്ക് നാവിൽ നിന്ന് വന്നല്ലോ. യേശുവിനെ, തമ്പുരാനെ, തൻ്റെ ഗുരുവിനെ പറ്റി പറഞ്ഞു. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറയത്തക്കവണ്ണം ഇത്ര അധപ്പതിച്ച ഒരു അനുഭവത്തിലായിരുന്നു പത്രോസ്. പക്ഷേ ആ പെന്തക്കോസ്തിയിൽ പരിശുദ്ധാത്മാവ് വന്ന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ he was transformed completely, totally. He was a changed man, a man charged with power. ശക്തിയോടെ നിന്നുകൊണ്ട് ആകാശത്തിനും കീഴെ മറ്റൊരു നാമവും മനുഷ്യരുടെ നൽകപ്പെട്ടിട്ടില്ല എന്ന് എത്ര ധൈര്യത്തോടെ പറയുവാൻ കഴിഞ്ഞു. ആ പരീക്ഷപ്രഭൃതികളുടെയും മഹാപുരോഹിതന്മാരുടെയും മൂക്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ ക്രൂശിച്ചവനായ യേശുവിനെ പിതാവാം ദൈവം കർത്താവും രക്ഷിതാവുമാക്കിയിരിക്കുന്നു എന്ന് എത്ര ധൈര്യത്തോടെ പറയുവാൻ കഴിഞ്ഞു. മരിക്കുവാനിടയായപ്പോഴോ ഓടിപ്പോകുന്നില്ല. ഞാനും മരിക്കാൻ ഒരുക്കുക, പക്ഷെ എന്നെ തല കീഴാക്കി കുരിശിൽ തറച്ചാൽ മതി എന്ന് പറയത്തക്കവണ്ണം ക്രിസ്തുവിന് വേണ്ടി പോരാടുവാനുള്ള ധൈര്യവും ശക്തിയും എവിടെ നിന്നുണ്ടായി? ആത്മാവിനാൽ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്, പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഇനി ഞങ്ങൾ ബലഹീനരാണ്. ചെറിയൊരു കാര്യം വരുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തളർന്നു പോകുന്നു. ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ ഞങ്ങൾ ആകെപ്പാടെ നിരാശരായി പോകുന്നു. എന്ത് എന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്മാറ്റത്തിലേക്ക് പോകുന്നു. പലതിനെയും ഞങ്ങൾ ചോദ്യം ചെയ്യുവാൻ ഇടയായിത്തീരുന്നു. ഈ ഒരു അനുഭവത്തിൽ നിന്ന് മാറിയിട്ട് ഞങ്ങൾ ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം, ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കരുത്ത് ഞങ്ങൾക്ക് ലഭിക്കണമേ എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം, അപ്പോസ്തലൻ പ്രാർത്ഥിച്ചത് എന്തിനായിട്ടായിരുന്നു? നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. കർത്താവേ, ഞാനത് മാത്രം ആഗ്രഹിക്കുന്നു. അന്ത്യം വരെയും അകത്തെ മനുഷ്യൻ ശക്തിയുള്ളവനായി ക്ഷീണിച്ചു പോകാതെ, മന്ദിച്ചു പോകാതെ, പിന്മാറ്റത്തിലേക്ക് പോവാതെ, എല്ലാ സാഹചര്യത്തിലും ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണമുള്ള കരുത്തുള്ളവനായി അന്ത്യശ്വാസം വരെയും ആയിരുന്നാൽ അതായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥന, എൻ്റെയും പ്രാർത്ഥന. അത് സാധിക്കുന്നത് എങ്ങനെയാ? ദൈവത്തിൻ്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം. ആത്മാവ് ശക്തിയുടെ ആത്മാവാണ്. ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് പവർ. ആത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനം അതാണ്, ശക്തി നൽകുന്നതാണ്. ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് നമ്മുടെ വലിയ കുഴപ്പം ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കുമ്പോൾ we will be totally changed. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു, പത്രോസിന്റെ അനുഭവം. ഞാൻ സമയം നീട്ടുന്നില്ല. രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. എത്ര കാര്യങ്ങൾ വേണ്ടിയാ പ്രാർത്ഥിച്ചത് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ സൂചിപ്പിക്കുന്നത് നിങ്ങളത് ഓർത്തിരിക്കാൻ വേണ്ടിയാ. 4 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഒന്ന് മാത്രമായി ഇപ്പം നമ്മൾ ചിന്തിച്ചത്. എന്തായിരുന്നു അത്?
അകത്തെ മനുഷ്യൻ ശക്തിയോടെ ഒന്ന് ബലപ്പെടണം. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് അത് തന്നെയാണ്. ഇങ്ങോട്ട് വന്നതിന് പോലെ അല്ല, ഞങ്ങൾ തിരികെ പോകുമ്പോൾ ഒരു ശക്തി ഞങ്ങൾ പ്രാപിച്ചു, പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് ഒന്നുകൂടി ജ്വലിച്ച് പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു അനുഭവമാക്കി എടുക്കണം. അതിനായി പ്രാർത്ഥിക്കും. രണ്ടാമത്തെ പ്രാർത്ഥന, ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എത്ര വലിയൊരു പ്രാർത്ഥനയാണ്! നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത് ക്രിസ്തുവാണ്, മാമൂലല്ല, മറ്റൊന്നുമല്ല. ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ഹൃദയം എന്നുള്ള വാക്ക് ഇവിടെ പ്രത്യേകം ഓർക്കണം. ഹൃദയം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സെന്റർ ഓഫ് ദ പേഴ്സണാലിറ്റി. ആളത്വത്തിന്റെ കേന്ദ്രമാണ് ഹൃദയം എന്ന് വേദപുസ്തക ചിന്തയിൽ ഉള്ളത്. മെഡിക്കൽ സയൻസ് പറയുന്ന ഹൃദയമല്ല വേദപുസ്തകത്തിലെ ഹൃദയം. വേദപുസ്തകത്തിൽ വ്യവഹരിക്കുന്ന ഹൃദയം എന്ന് പറയുന്നത് ആളത്വത്തിന്റെ കേന്ദ്രമാണ്. അത് ഇവിടെയാണോ നമുക്ക് എവിടെയെന്ന് നമുക്ക് പറയാൻ ഒക്കെയില്ല. നമ്മുടെ ടോട്ടൽ പേഴ്സണാലിറ്റി അതിന്റെ കേന്ദ്രം എവിടെയോ അവിടെയാണ് ക്രിസ്തു വസിക്കേണ്ടത്. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പുറമ്പോക്കിലല്ല ക്രിസ്തു വസിക്കേണ്ടത് എന്ന് ചുരുക്കം. ഇന്ന് പലരുടെയും ജീവിതത്തിൽ പുറമ്പോക്കില, വല്ലപ്പോഴും ഒക്കെ മതി. അല്ല, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. അറ്റ് ദ വെരി സെന്റർ ഓഫ് യുവർ പേഴ്സണാലിറ്റി. നിന്റെ ജീവിതത്തിന്റെ നടുനായകത്വം വഹിക്കുന്നവനായി കർത്താവായിരിക്കണം, മറ്റാരുമല്ല. നമ്മുടെ ഒസ്താത്വസിനിമയെ ഞാൻ ഓർത്തു പോവുകയാണ്. ക്രിസ്തുവിനെ പറ്റി ഇത്രയധികമായി ആവേശത്തോടെ ജീവിച്ചാലും മരിച്ചാലും എൻ്റെ യേശു മാത്രം എന്ന് പാടി ജീവിതത്തിൽ അങ്ങനെ ഉയർത്തിപ്പിടിച്ച ഒരു വലിയ ധന്യനായ ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഓർക്കുകയാണ്, അങ്ങനെ എന്ത് കാര്യത്തിനും യേശു എൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, വേർ ഡൗൺ ഇൻ മൈ ഹാർട്ട്. പിന്നെയും പറയും, വേർ ഡീപ് ഡൗൺ ഇൻ മൈ ഹാർട്ട്. യേശു എൻ്റെ ഹൃദയത്തിൻ്റെ വന്ന് വസിക്കുവാൻ തക്കവണ്ണം ഇടയായി കഴിയുമ്പോൾ മറ്റുള്ളതൊക്കെ പുഷ്ഡ് ഔട്ട്. മറ്റുള്ളതൊക്കെ അവിടുന്ന് പുറന്തള്ളും. മദ്യത്തിന്റെ ആഗ്രഹം അടിമയായിരിക്കുന്ന പലരുണ്ട്. അവർക്ക് അതിനെ ജയിക്കാൻ കഴിയുന്നില്ല. പരിമലിക്കൊക്കെ വരുന്നവരും ആ വിധത്തിൽ വരുന്നവരുണ്ട്. ഞാനൊരു തീർത്ഥാടക സംഘത്തെ കണ്ടത് ഞാൻ പറയട്ടെ. പരിമലിക്ക് വരുന്നവരാണോ, മഞ്ഞിനിക്കരിക്ക് പോകുന്നവരാണോ, മണലാട്ട് പോകുന്നവരാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതായിരുന്നാലും ഒരു തീർത്ഥാടക സമൂഹമാണ്. ഞാൻ രാവിലെ എൻ്റെ പള്ളിയിൽ കുർബാനയും കഴിഞ്ഞ് ഞാൻ വരുന്ന സമയത്ത് ചിങ്ങവനത്തിന് അപ്പുറത്ത് അവിടെ ഒരു കടയുണ്ട്. ആ കടയുടെ മുമ്പിൽ ഈ വലിയ പടമൊക്കെ വെച്ച് മൈക്കൊക്കെ വെച്ച് പാടുന്നത് അത് മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് ഇച്ചിരി മുമ്പ് ഇച്ചിട്ടുണ്ട്. അതിന് ഒരു വിദ്വാൻ ഇവിടോട്ട് കയറി ഒരു കുപ്പി പൊതിഞ്ഞത്, കടലാസിൽ പൊതിഞ്ഞ് അതും കൊണ്ട് കക്ഷത്തി വെച്ചുകൊണ്ട് ഈ പടമൊക്കെ വെച്ച് വന്ന് അതിലോട്ട് കയറുന്നു. അയാൾ എന്നെ കാണിയത് ഞാൻ കാറിലായിരുന്നത്. ഞാൻ നോക്കി, എൻ്റെ ഡ്രൈവർ പറഞ്ഞു, നോക്കടാ എത്ര ഭക്തിയോട് കൂടിയാണ് ആത്മാവിൽ നിറഞ്ഞ സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് അല്ല, ആൽക്കഹോളിക് സ്പിരിറ്റിൽ നിറഞ്ഞവനായി തീർത്ഥാടനത്തിന് പോകുന്നത്. ചിലർക്ക് പറയും എനിക്ക് അതിന് പിന്മാറാൻ പറ്റില്ലെന്നാ. ഞാൻ പറയുന്നു, യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു കഴിയട്ടെ. He will push out all other evil spirits. സകല തിന്മയെയും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാൻ, നീക്കുവാൻ അവിടുന്ന് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു വസിക്കുവാൻ ഇടയാവട്ടെ. കുർബാന അനുഭവിക്കുമ്പോഴും എനിക്കറിയാം, ഒന്നുമില്ലാതെ തലയങ്ങോട്ട് വരും, അച്ഛൻ തലയ്ക്കൊന്ന് പിടിക്കും, പോയി വാ തുറക്കും. ഇങ്ങനെ പോകുന്ന അനുഭവത്തിലാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കം ലോർഡ് ജീസസ് ഇൻടു മൈ ഹാർട്ട്. യേശുവെ എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിച്ചാലും രാജാവായി, അധിനാഥനായി, കർത്താവായി, ആ വിധത്തിൽ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ. ഞാനതിൻ്റെ മൂലഭാഷ നോക്കി. വസിക്കുക എന്നുള്ളതിൻ്റെ മൂലഭാഷ ഞാൻ നോക്കിയപ്പോൾ ഗ്രീക്കിൽ ആ വാക്കിൻ്റെ അർത്ഥം തൽക്കാലമായി വന്ന് വസിക്കുന്നതല്ല, പിന്നെയോ സ്ഥിരമായി സ്ഥായിയായി വസിക്കുവാൻ
കഴിയണം. യേശുക്രിസ്തു, ഞാൻ തർജ്ജമ ചെയ്താൽ ഇങ്ങനെയായിരിക്കും: ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരമായി സ്ഥായിയായി വസിക്കുവാൻ എന്ന് പറഞ്ഞാൽ ഊത്തയ്ക്കും താഴ്ചയ്ക്കും വന്ന് താമസിക്കുന്ന പോലെ പരിമല പെരുന്നാൾ വരുമ്പോൾ ഒരു ഭക്തി, പിന്നെ കത്താനുവാഴ്ച വരുമ്പോൾ ഇങ്ങനെയുള്ള ഭക്തി അല്ലാതെ സ്ഥിരമായി സ്ഥായിയായി ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ, അതാ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. അത് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥിരമായും സ്ഥായിയായും വസിക്കുന്ന ഒരു അനുഭവം, ഇത് നമ്മൾ ഓർക്കേണ്ടതാണ്. പരിശുദ്ധന്മാരുടെയൊക്കെ അനുഭവത്തിൽ അവർക്ക് മറ്റൊന്നും പറയാനില്ല. പരിമല തിരുമേനിക്കായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഗീവർഗീസ് ബാബ, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചെറുപ്പത്തിൽ ചമ്മാച്ചനായി വളർന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. പരിമല തിരുമേനിയിലെ പല കാര്യങ്ങളും അദ്ദേഹത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തു പറഞ്ഞാലും എപ്പോഴും കർത്താവിനെ പറ്റിയുള്ള ചിന്ത അവരുടെ ഹൃദയത്തിലൊക്കെ ഉണ്ടായിരുന്നു. അവരതാ ഉയർത്തിപ്പിടിച്ചിരുന്നത് ഹൃദയത്തിൽ കർത്താവിൻ്റെ സ്ഥാനമുണ്ടായിരുന്നത് കൊണ്ടാണ് മറ്റുള്ളതിനെയൊക്കെ പരിത്യജിക്കുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് രണ്ടാമത്തെ അപേക്ഷ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥായിയായി സ്ഥിരമായി വസിക്കുവാൻ ഇടയാകട്ടെ എന്ന്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മറ്റു പലതും മദ്യത്തിന് അടിമകളായി, അതുപോലെ തന്നെ കാമാർത്തി പൂണ്ടവരായി, ജഡത്തിന്റെ പോരാട്ടത്തിൽ കുടുങ്ങി ഒക്കെ ജീവിക്കുന്ന പാപത്തിന് അധീനരായി കഴിയുന്ന അവസ്ഥയിലാണ്. അതൊരു മാറ്റം വരണമെങ്കിൽ ഒന്നേ ഉള്ളൂ പോംവഴി, ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണം. അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കണ്ടാൽ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അകത്തി എന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുന്ന ആ വലിയ കൂട്ടായ്മയുടെ ആ വലിയ അനുഭവത്തിലേക്ക്, ആ ഇൻറ്റിമേറ്റ് ഫെലോഷിപ്പിലേക്ക് നമ്മെ വരുത്തും എന്നുള്ളത് ഇവിടെ പ്രത്യേകം ഓർക്കണമേ. അതുകൊണ്ട് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന അനുഭവമായി നമുക്ക് രണ്ടാമത്തെ പ്രാർത്ഥന. മൂന്നാമത്തെ പ്രാർത്ഥന എന്തെന്ന് നമുക്ക് കേൾക്കാം. അപ്പോസ്തലൻ അവിടെ പ്രാർത്ഥിക്കുന്നത്, മൂന്നാമത് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും. അതാ, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നിലകൊള്ളുവാൻ, സ്നേഹം കൊണ്ട് നിറയുവാൻ നമുക്ക് ഇടയാകണം. മൂന്നാമത്തെ കാര്യം അതാണ്. ഇന്ന് ഏറ്റവും ഇല്ലാതായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമേ ഇന്ന് കുടുംബങ്ങളിലുള്ളൂ. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പട്ടിണി ഉണ്ടായിരുന്നു. അന്ന് യുദ്ധകാലമാണ്. ചക്കയുടെ മടലും ഒക്കെ കൊണ്ടുപോയി കഴിക്കുന്ന ആൾ അന്നുണ്ട്. ഈ ചേമ്പിൻ്റെ ഇല അത് പറിച്ച് അങ്ങനെയുള്ള വളരെ പ്രയാസപ്പെട്ട് കഴിഞ്ഞൊരു ഘട്ടം ഞാൻ ഓർക്കുന്നുണ്ട്. 40കളിലൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് പല പ്രയാസത്തിലായിരുന്നു നമ്മുടെ കുടുംബങ്ങളോ പലയിടത്തും. ഇന്നോ ഒരു കുടുംബത്തിലും സമ്പത്തിനൊരു പോരായ്മയുമില്ല. എല്ലാം മോഡേൺ ഗാഡ്ജറ്റ്സും കൊണ്ട് ഭവനങ്ങളിലൊക്കെ തന്നെ വിദേശത്തു നിന്ന് കുഞ്ഞുങ്ങൾ പണം അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്നില്ലാത്തത് എന്താ? കുടുംബങ്ങളിൽ സ്നേഹം കമ്മിയാണ്. അപ്പനോടില്ല, അമ്മയോടില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ടെൻഷൻ. ഇങ്ങനെ ഇന്ന് നമ്മൾ ഏറ്റവും അഭാവപ്പെടുന്ന ഒന്ന് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എഫേസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്നേഹത്തിൽ നിങ്ങളൊന്ന് വേരൂന്നണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ഥായിയായ അത് അവിടേക്ക് സ്നേഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അത് അടിസ്ഥാനപ്പെട്ടിരിക്കണം. ആ സ്നേഹത്തിലാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് വരേണ്ടത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സഭയുടെ അനുഭവത്തെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് നിരാശയുണ്ട്. പ്രത്യാശ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിരാശയുണ്ട്. കാരണം അന്തമില്ലാത്ത വ്യവഹാരത്തിൽ കൂടി അതിങ്ങനെ എത്ര നാൾ നിശ്ചയമില്ല. മറ്റൊന്ന്, പരസ്പരം കണ്ടാൽ സംസാരിക്കാൻ പാടില്ല. അകന്നു പോകുന്ന വിദ്വേഷത്തിൻ്റെ, പ്രത്യേകിച്ച് വടക്കൻ മേഖലയുള്ള പല പള്ളികളിലും എന്തെല്ലാമാണ് നടക്കുന്നത്.
ഈ സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഓർത്തു പോവുകയാണ്, ഇന്ന് നമ്മുടെ അവസ്ഥ എത്രയോ വ്യത്യസ്തമായി കലുഷിതമായിരിക്കുന്ന ഒന്ന്. ഈ വാശി വന്നു കഴിയുമ്പോൾ, നമ്മളുടെ ഒരു എന്തൂസിയാസം വന്നു കഴിയുമ്പോൾ പൊലിഞ്ഞു പോകുന്നത് എന്താണെന്നറിയാമോ? സ്നേഹമാണ്. അവിടെയാണ് നമുക്ക് ഇന്ന് വലിയൊരു പരാജയം സംഭവിച്ചിരിക്കുന്നത്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. അത് പോയാൽ മറ്റൊന്നുമില്ല. ഒരു സംഭാഷണം ഞാൻ ഓർക്കുന്നു, പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒന്നാണ്. KPS മേനോനും അതുപോലെ യൂഹാനോൻ മാർത്തോമാ തിരുമേനിയും തമ്മിൽ നടന്ന ഒരു സംഭാഷണമാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചിട്ടുള്ളതാണ്. KPS മേനോൻ സീനിയർ, റഷ്യയിലൊക്കെ അംബാസിഡർ ആയിരുന്ന ആൾ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, കോട്ടയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യൂഹാനോൻ മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി. ഇവർക്ക് രണ്ടുപേർക്കും കോട്ടയത്ത് ഒരു സ്നേഹിതനുണ്ടായിരുന്നു. പാലാമ്പലത്തെ എബ്രഹാം ഈപ്പൻ, പാലാമ്പലം അവറാച്ചൻ എന്ന് പറയും. എൻ്റെ ഒരു വലിയ സ്നേഹിതനായിരുന്നു. എൻ്റെ 2 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ എന്നെ സന്ദർശിക്കും, ഞാനും പോകും. ഞാൻ രോഗിയായിരുന്നപ്പോഴൊക്കെ ദിവസവും വന്ന് എന്നെ ആശുപത്രി കാണുന്ന ഒരാളായിരുന്നു. അവറാച്ചൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. ഈ 2 പൂർവ്വ സ്നേഹിതര് ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കൂടിയപ്പോൾ ഈ തിരുമേനി KPS മേനോട്, KPS നമ്മുടെ അന്നത്തെ സഹപാഠിയായിരുന്നു, ഇന്നാര് മരിച്ചുപോയി, കുശലപ്രശ്നം നടത്തുക. അപ്പോൾ ചോദിച്ചു, എന്തായിരുന്നു മരണത്തിൻ്റെ കാരണം? ഹാർട്ട് അറ്റാക്ക്, ഹൃദ്രോഗം. അത് നിമിത്തമാണ്, ഹൃദയാഘാതം കൊണ്ടാണ് മരിച്ചത്. ഓ സോറി, കേട്ടിട്ട് വലിയ സങ്കടം തോന്നുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അത് കഴിഞ്ഞിട്ട് തിരുമേനി KPS മേനോട് ചോദിച്ചു, KPS ഏറ്റവും മാരകമായ ഹൃദ്രോഗം എന്താണെന്ന് പറയാമോ? വിച്ച് ഇസ് ദ മോസ്റ്റ് സീരിയസ് ആയിട്ടുള്ള ആ ഹൃദ്രോഗം. അദ്ദേഹം സെക്യുലറായിട്ടുള്ള ആളാണെങ്കിൽ തന്നെയും വലിയ വിശാലതനായ ഒരു വ്യക്തിയാണ്, സർവജ്ഞനായ ഒരു വ്യക്തിയാണ്, ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അദ്ദേഹം മയോകാർഡിയ, അതുപോലെ തന്നെ കോൺജനിറ്റൽ ഹാർട്ട്, ഈ പറയുന്ന പല പേരുകളൊക്കെ അദ്ദേഹം പറഞ്ഞു, രോഗത്തിൻ്റെ പേരുകളൊക്കെ. തിരുമേനി പറഞ്ഞു, ഓ അതൊന്നുമല്ല, വലിയ മാരകമായ ഒരു ഹൃദ്രോഗമുണ്ട്. അപ്പം KPS മേനോൻ വിചാരിച്ചു, പുതിയതായിട്ട് ഏതോ ഡയഗ്നോസിസ്, പുതിയതായ ഒരു കണ്ടുപിടുത്തം ഇദ്ദേഹത്തിന് കിട്ടിയോ, എന്താ ഈ വലിയ മാരകമായ ഹൃദ്രോഗം? അപ്പോൾ പറഞ്ഞു, ഞാൻ പറയാം, ഏറ്റവും ഈ പറഞ്ഞതിനേക്കാളൊക്കെ മാരകമായ ഹൃദ്രോഗം ഹൃദയത്തിൽ സ്നേഹമില്ലായ്മ. അതാണ് ഏറ്റവും വലിയ മാരകമായ ഹൃദ്രോഗമെന്ന്. KPS മേനോൻ ചിരിച്ചു. അത് ഇത് പിന്നീട് പലയിടത്തും പറയാറുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത്, ഈ ഹൃദ്രോഗം ഉള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്ന പലരും. പക്ഷേ ഡോക്ടർ ഇവിടുത്തെ ആശുപത്രിയിൽ പോയാൽ ഇതൊന്നും നിങ്ങൾക്കില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അവിടുന്ന് നോക്കുന്ന സമയത്ത് ഈ ഹൃദ്രോഗം ബാധിച്ചവരാ പലരും. കുടുംബത്തിൽ ഇല്ലല്ലോ സ്നേഹം, സഹോദരങ്ങൾ തമ്മിൽ എത്രയോ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവത്തിൽ നാം കഴിയുന്നു. തീർത്ഥാടനമൊക്കെ ഭംഗിയായിട്ട് നടത്തും, നേർച്ചയും വിട്ടൊക്കെ പോകും. പക്ഷേ അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെയും ഇങ്ങനെയാ. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലും അതുപോലെ മറ്റു പലരും തമ്മിലും ഇത് തന്നെയാണ്. എത്രമാത്രം അല്പം ചില കൗൺസിലിങ്ങിനൊക്കെ ചിലരൊക്കെ എൻ്റെ അടുക്ക് വരുന്നുണ്ട്. ഞാൻ കൗൺസിലിംഗ് എക്സ്പെർട്ടൊന്നും അല്ല, അത് പറഞ്ഞോട്ടെ, എങ്കിലും ചിലരൊക്കെ ഈ TV-യിലൊക്കെ കണ്ടുകൊണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പലരും വരുന്ന സമയത്ത് ഈയിടെ ഒരാൾ വന്നത്, ഏറ്റവും ദാരിദ്ര്യം എനിക്ക് തോന്നി. ഭാര്യയും ഭർത്താവും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, 2 കഞ്ഞിയും കറിയുമാ, 2 വെപ്പ, ഒന്നിച്ചല്ല, ഒരു ഭവനത്തിൽ താമസിക്കുന്നു. അതിൽ വിചിത്രമായിരിക്കുന്നത്, ഭാര്യ ഒരു സൺഡേ സ്കൂൾ അധ്യാപികയും കൂടിയ, ഭർത്താവ് ഇടവകയിലെ കമ്മിറ്റിക്കാരനുമാണ്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ വലിയ ഇടവകയാണെന്നൊന്നും വിചാരിക്കണ്ട, ഇത് ഏതെങ്കിലും ആയിക്കോട്ടെ. നടന്ന കാര്യം എന്നോട് പറഞ്ഞതായത് ഞാൻ സൂചിപ്പിച്ചത്. ഇതുപോലെയുള്ള അനവധി കുടുംബങ്ങൾ സ്നേഹമില്ലാത്ത അനുഭവത്തിൽ ഇങ്ങനെ പരസ്പരമുള്ള ആ വിദ്വേഷത്തിലും ശത്രുതാഭാവത്തിലും വൈരാഗ്യത്തിലും കഴിഞ്ഞുകൂടുന്ന ഒന്ന്. അവിടെയാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി, അതിൽ നിന്നാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അസ്തിത്വം. യു ഷുഡ് ബി റൂട്ടഡ് ഇൻ ലവ്. മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ,
പക്ഷെ ഒക്കെ പൊലിഞ്ഞു പോകും. ഇന്നോ നാളെയോ നിശ്ചയമില്ല. പക്ഷെ നിലനിൽക്കുന്ന ഒന്ന് സ്നേഹമോ ഒരു നാളും ഉതിർന്നു പോവുകയില്ല. ദാറ്റ് വിൽ ലാസ്റ്റ് ഫോർ എവർ. അതാണ് നാം ആർജിക്കേണ്ടത്. അത് ആർജിക്കണം എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ പരിമാണങ്ങൾ നമുക്കൊന്ന് അറിയണം. അത് അപ്പോസ്തലൻ നമ്മൾ അടുത്തു പറയുന്നത് ആ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴവും ഉയരവും എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ നിങ്ങൾക്ക് അറിയുവാൻ കഴിയണം. അപ്പോൾ നിങ്ങൾ സ്നേഹം കൊണ്ട് നിറഞ്ഞവരായിത്തീരും എന്നാ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എന്താ അതൊന്ന് അറിയാൻ നമുക്ക് കഴിയട്ടെ. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടുന്നത് സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ദഹിപ്പിക്കണമെന്നെ ആശേഷം ദഹിപ്പിക്കണ. കർത്താവിൽ സഹോദരങ്ങളെ, 4 പരിമാണങ്ങൾ സ്നേഹത്തിൻ്റെത് നമുക്ക് ദൈവത്തെ സ്നേഹത്തിൻ്റെ പറയുന്നു. ഒന്ന് സ്നേഹത്തിൻ്റെ നീളമാണ്. ആ നീളം എന്ന് പറയുന്നത് സൃഷ്ടി മുതൽ ഇന്ന് വരെയും ഈ പ്രപഞ്ചത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ദൈവസ്നേഹമാണ്. സൃഷ്ടി നടത്തുവാനുള്ള കാരണം എന്താ? ഔട്ട് ഓഫ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെയും ചരിത്രത്തിൽ മുഴുവനായി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്. അത് നമുക്ക് ഓർക്കുവാൻ കഴിയണം. സ്നേഹത്തിൻ്റെ വീതിയോ അത് ഒന്നിൽ ഒതുങ്ങുന്നതല്ല, സകല പ്രപഞ്ചത്തിലേക്കും നീങ്ങി എത്തിച്ചേരുന്നതാണ്. സകല ജീവജാലങ്ങളിലേക്കും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഘടകങ്ങളിലേക്കും എത്തിച്ചേരുന്നതാണ് സ്നേഹത്തിൻ്റെ വീതി എന്ന് പറയുന്നത്. അതിൻ്റെ ആഴമോ ഉയരത്തിൽ പിതാവിനോട് ഒരുമിച്ചുള്ള മഹത്വത്തിൽ ഇരിക്കുന്ന താൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ പാപത്തിൻ്റെ ആ താഴ്വരയിലേക്ക് ഇറങ്ങി അവിടെ വന്നു നാം ആയിരിക്കുന്നത്. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നിന്റെ സ്നേഹം നിന്റെ ഇടത്തിൽ നിന്ന് ഞങ്ങളുടെ പക്കലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ട് വന്നു. മനോഹരമായ കൊച്ചു പ്രാർത്ഥനയാണ് മോദാൻ യേശുമിശിഹ. ആ പ്രാർത്ഥനയിൽ ചൊല്ലുന്നത് നിന്നെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത്, മനുഷ്യാവതാരത്തിൽ നിന്നെ പ്രേരിപ്പിച്ചത് മറ്റൊന്നുമല്ല, നിന്റെ സ്നേഹം നിന്റെ ഇടത്തിൽ നിന്ന്. വലിയൊരു വേദശാസ്ത്രം അതിൽ അടങ്ങിയിട്ടുണ്ട്. നിന്റെ സ്നേഹം നിന്റെ ഇടത്തിൽ നിന്നെ ഇറക്കിക്കൊണ്ട് വന്നു, ഫുൾ സ്റ്റോപ്പ്. പിന്നെ ഇറക്കിക്കൊണ്ട് വന്ന് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കരുത്. ഇറക്കിക്കൊണ്ട് വന്നു, ഫുൾ സ്റ്റോപ്പ്. എന്നിട്ട് പിന്നെ പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന്. അപ്പൊ ആ സ്നേഹം അത് പിന്നെയോ ഉയരമോ നമ്മെ ഇതിൽ നിന്ന് ഉയർത്തി സ്വർഗത്തിൽ ഇരുത്തി എന്ന് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. നമ്മെ ഉയർപ്പിച്ച് ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തി ആ ഉന്നതമായ ഔന്നത്യത്തിലേക്ക് നമ്മെ ഉയർത്തി. ഈ സ്നേഹം അത് നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ, ക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ട സ്നേഹത്തിൻ്റെ പാരമ്യത മനസ്സിലാക്കി കഴിഞ്ഞാൽ, സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കാൻ ഒക്കില്ല. യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ എന്നെ സ്പർശിച്ചത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുവാനുള്ള ആ ഇംപെറ്റസ്, അതിനുള്ള ശക്തി, ഊർജം നൽകുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിറയുവാൻ ദൈവം നമുക്ക് ഇടയാകട്ടെ. പക്ഷെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, സകല വിശുദ്ധന്മാരോടും കൂടെ എന്നും കൂടി ഒരു വാക്യം അവിടെ ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും
ഈ ദൈവത്തിന്റെ സ്നേഹത്തെ ഗ്രഹിപ്പാൻ കഴിയണമെങ്കിൽ വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മയിലാണ്. വിശുദ്ധന്മാരുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പരിമലത്തിന്മേയുടെ കാര്യമൊന്നുമല്ല അവിടെ പറയുന്നത്. പിന്നെ പട്ടശരീരത്തിന്മേയുടെ കാര്യവുമല്ല, പരിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചവരുടെ കാര്യം ഒന്നുമല്ല അവിടെ പറയുന്നത്. വിശുദ്ധന്മാരെന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച. പുതിയ നിയമത്തിൽ വിശുദ്ധന്മാർ എന്നുള്ള സംബോധന, വിശുദ്ധന്മാരെന്നുള്ള വിശേഷണം ക്രിസ്തീയ വിശ്വാസികൾക്ക് എല്ലാവർക്കുമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ കൊരിന്ത്യരെ വിശുദ്ധന്മാരും വിശ്വാസികളുമായവർക്ക് എന്ന് എഴുതിയത്. വിശുദ്ധന്മാർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ, ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടവർ, ബോധരിക്കപ്പെട്ടവർ എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ പുണ്യാളച്ചന്മാരെന്നൊന്നും ഈ വിശുദ്ധന്മാരെന്നൊന്നും അവിടെ അർത്ഥമില്ല. അപ്പൊ വിശുദ്ധന്മാരോട് കൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ വളരണമെങ്കിൽ ക്രിസ്തീയ കൂട്ടായ്മയിലാണ്, സഭാ ജീവിതത്തിലാണ് സ്നേഹത്തിൽ വളരുവാൻ കഴിയുന്നത്. സ്നേഹം നാം അനുഭവിച്ചറിയുന്നത് നോട്ട് ഇൻ ഐസൊലേഷൻ ബട്ട് ഇൻ ഫെലോഷിപ്പ്. ഒറ്റയ്ക്കായി കഴിയുന്ന ഒരു ക്രിസ്ത്യ ജീവിതം ഇല്ല. നാം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് സഭയോടുള്ള ബന്ധത്തിൽ, സഭാ ജീവിതത്തിലാണ് സ്നേഹത്തിന്റെ മാധുര്യം അറിയുവാൻ നമുക്ക് കഴിയുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അവസാനമായി നാലാമത്തെ ഒന്നും കൂടി നമുക്ക് ചിന്തിക്കുവാനായിട്ടുണ്ട്. അപ്പോസ്തലന്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം അറിയിക്കുന്നത് ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. വലിയൊരു പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. ദ ഫുൾനെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നിറവ് എത്ര വലുതാ! ആൾക്കാർ അപരിമേയനായി ദൈവത്തിന്റെ നിറവ് എത്രമാത്രമെന്ന് നിർണയിക്കുവാൻ, നിർവചിക്കുവാൻ ആൾക്ക് കഴിയും? അനുവചനീയമല്ലേ ദൈവത്തിന്റെ നിറവ്, ദ ഫുൾനെസ് ഓഫ് ഗോഡ്? അത്രത്തോളം നിങ്ങൾ നിറഞ്ഞു വരണം എന്നാ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ വളർച്ച അത്രമാത്രം എത്തുവാനായിട്ടാവുള്ളത്. ആ തലയോളം, ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളർച്ച ഉണ്ടാകണം. ഞാൻ നിങ്ങൾ ഒന്നുമായിട്ടില്ല. നമ്മളൊക്കെ വിചാരം ഞാൻ ഏതാണ്ട് ആത്മീയതയിലായെന്ന. നമുക്ക് ആർക്കും അങ്ങനെ അവകാശപ്പെടാനില്ല. പിന്നെയും വളരുവാനുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താ? ദ ഫുൾനെസ് ഓഫ് ഗോഡ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ നമ്മുടെ ടാർഗറ്റ് എത്രയാ? അവിടെ വരെയാ. വിശുദ്ധിയിൽ വളരും തോറും ഞാൻ ഒന്നും ആയിട്ടില്ല എന്നുള്ള ചിന്ത മാത്രമേ നമുക്ക് വരികയുള്ളൂ. ഐ ഹാവ് ടു ഗ്രോ, ഐ ഹാവ് ടു റീച്ച് ഫർദർ ആൻഡ് ഫർദർ എന്നുള്ള ചിന്തയാണ് നമ്മെ ഭരിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, പാമ്പാടി തിരുമേനിയെ ഞാൻ പോയി കാണുമായിരുന്നു ഇടയ്ക്കൊക്കെ. നിങ്ങൾ ചിലരൊക്കെ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ. പാമ്പാടി തിരുമേനി മഹാപരിശുദ്ധനായ, ഏതാണ്ട് പരുവല തിരുമേനിയെപ്പോൾ തന്നെ ഞാൻ കാണുന്ന ഒരാളാണ് പാമ്പാടി തിരുമേനി. എൻ്റെ വിവാഹം നടത്തി തന്നത് പാമ്പാടി തിരുമേനിയാണ്. എൻ്റെ ഭാര്യയോട് പ്രത്യേകമായ വാത്സല്യവും ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ചെല്ലുമ്പോൾ അവസാനമൊക്കെ ചെന്ന് കാണാൻ ചെല്ലുമ്പോഴൊക്കെ കൈയൊക്കെ മുത്തിച്ചിട്ട് പേരൊക്കെ വിളിക്കും, എൻ്റെ ഭാര്യയുടെയും പേരൊക്കെ വിളിക്കും. അത് കഴിഞ്ഞിട്ട് പറയുന്ന വാക്കുകൾ, ഞാൻ മഹാഭാവിയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തൊണ്ട ഇടറിക്കൊണ്ട് അത് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം ഉണ്ടായിട്ടുണ്ട്. ഇത്ര സാത്വികനായ, ഇത്ര പുണ്യം തികഞ്ഞ ഒരു വ്യക്തി, ഒരു പുണ്യവാൻ പറയുകയാണ് ഞാൻ മഹാഭാവിയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പല പ്രാവശ്യം, ഒന്നിലധികം പ്രാവശ്യം അദ്ദേഹത്തിൽ ഞാൻ ഈ വാക്കുകൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ആത്മീയതയിൽ വളരും തോറും നാം ഒന്നുമായിട്ടില്ല എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കും. പൗലോസ് അപ്പോസ്തലൻ ആദ്യകാലത്ത് പറഞ്ഞു, ഞാൻ അപ്പോസ്തലന്മാരിലൊട്ടും കുറവില്ലാത്തവൻ. പല തൻ്റെ അനുഭവത്തിലൊക്കെയും ഔന്നത്യത്തെ പറ്റി പറഞ്ഞ അവരെക്കാൾ ഒട്ടും ഞാൻ പുറകിലല്ല. ക്രിസ്തുവിനെ അവർ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ആള് അവസാനത്തെ ലേഖനം, രണ്ടാമത്തെ തീമോഥെയോസിന് രണ്ടാമത്തെ ലേഖനമാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ലേഖനം.
അതിൽ പറയുന്നത് ഞാൻ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ വന്നു, ഞാൻ ആ പാപികളിൽ ഒന്നാമനാണ് എന്ന് പറയത്തക്ക വിധമാണ് ആത്മീയതയിൽ വളരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. ഒന്നുമായിട്ടില്ല. We have to go further and further. നമ്മുടെ ലക്ഷ്യം എത്ര വലുത്! പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ചെറുതൊന്നുമല്ല. നിങ്ങൾ വളരണം എത്രത്തോളം? ദൈവത്തിന്റെ നിറവിനോളം. ഇപ്പോൾ ഒന്നുമായിട്ടില്ല. യു ഹാവ് ടു ഗോ ഫർദർ ആൻഡ് ഫർദർ. ഈ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഞാനൊരു വാക്കുകളെ ചുരുക്കുന്നു. പൗലോസിന്റെ ഹൃദ്യമായ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ധ്യാന വിഷയമായി നാം എടുത്തത്. അതെന്തായിരുന്നു എന്നുള്ളതിന് ഞാൻ ആവർത്തിക്കുന്നില്ല. നാം ഈ കേട്ടതിനെ കുറിച്ച് അല്പസമയം മൗനമായി തലകളെ വണക്കി കണ്ണടച്ച് ധ്യാനിക്കുവാനായിട്ട് എടുക്കുന്ന സമയമാണ്. നമുക്ക് തലകളെ വണക്കാം. കാരുണ്യവാനായ കർത്താവേ, ഈ രാവിലെ സമയത്ത് നിന്റെ ആലയത്തിൽ വന്ന് തൃപ്പാദത്തിൽ ചേർന്നിരിക്കുവാൻ നീ ഞങ്ങൾക്ക് അവസരം ഒരുക്കിയതിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്ക് ചിന്തിക്കുവാനും ഇന്ന് ഞങ്ങൾക്ക് ധ്യാനിക്കുവാനുമായി ഒരുക്കി തന്ന വിഷയം പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നുവല്ലോ. പൗലോസ് അപ്പോസ്തലന്റെ ഒരു പ്രാർത്ഥന ഞങ്ങളുടെ ധ്യാന വിഷയമാക്കി ഞങ്ങൾക്ക് ലഭിച്ചു. ആ ചിന്തകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും സ്വർഗ്ഗസ്ഥ പിതാവിനോട് ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന, വാത്സല്യത്തോടെ ഞങ്ങളെ നോക്കിക്കാണുന്ന, തെറ്റുകൾ ചെയ്യുമ്പോഴും ഞങ്ങളെ തിരുത്തി നന്മയുടെ പാതയിൽ ഞങ്ങളെ നയിക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ മുമ്പിലാകുന്നു എന്ന് ഞങ്ങൾ ഓർത്തുകൊണ്ട് രാവിലെ ഉണരുമ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് തിരുസന്നിധിയിലേക്ക് ഓടിയെത്തുവാൻ, ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിൻ്റെ പല സന്ദർഭങ്ങളിലും അബ്ബാ എന്ന് വിളിച്ച് നിന്റെ തിരുമുഖത്തേക്ക് ഞങ്ങൾ ദൃഷ്ടികളെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. കർത്താവേ, നിന്നോട് ചേർന്നിരിക്കുന്ന ഏറ്റവും നല്ലത് എന്തെന്നാൽ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസവും നിത്യജീവന്റെ വചനവും ഞങ്ങൾക്ക് അവിടെ ലഭിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥനയുടെ ആ ഒരു വലിയ സ്ഥിരതയിൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. കഴിഞ്ഞ കാലത്ത് വന്നിട്ടുള്ള ആലസ്യതയും അലംഭാവവും ഒക്കെ ഞങ്ങളിന്ന് മാറ്റി ഈ പെരുന്നാളിന് ഞങ്ങൾ വന്ന് സംബന്ധിച്ചതോടുകൂടി വ്യക്തിപരമായും കുടുംബമായുമുള്ള പ്രാർത്ഥനയ്ക്ക് കൂടുതലായിരിക്കുന്ന നിഷ്ഠയും ശുഷ്കാന്തിയും പുലർത്തുവാൻ പുണ്യകർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങളുടെ ബലഹീനതയ്ക്ക് തുറന്നു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങൾ അപേക്ഷിക്കുന്നു അവിടുത്തെ സാന്നിധ്യബോധത്തിൽ ഭക്തിയോടെ ഞങ്ങൾ തിരുസന്നിധിയിൽ വന്നു ചേരുവാൻ, അലസതയോടുകൂടിയല്ല, അഹങ്കാരത്തോടെയല്ല, എന്നാലോ വിനയത്തോടും ഭക്തിയോടും ആദരവോടും കൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. ആ ചുങ്കക്കാരൻ ദൈവാലയത്തിൻ്റെ ഏറ്റവും പിൻഭാഗത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് വിനയത്തോടും ആദരവോടും അനുതാപത്തോടും കൂടി പ്രാർത്ഥിച്ചു. അവൻ അംഗീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് പോയി. ആരുടെ പ്രാർത്ഥനയാണ് അംഗീകരിക്കപ്പെടുന്നത് എന്ന് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന നിരസിക്കപ്പെടുന്നു എങ്കിൽ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നു ഇല്ല എങ്കിൽ അത് ഞങ്ങളുടെ കുറവ്, ഞങ്ങളുടെ ഭക്തിയോടും നിഷ്ഠയോടും കൂടിയുള്ള പ്രാർത്ഥന നടത്താത്തത് കൊണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾക്ക് ആദരവും ഭക്തിയും കൂടുതൽ വർദ്ധിപ്പിച്ച് തരണമേ. ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവെ, ഇന്ന് പലപ്പോഴും മന്ദീഭവിച്ച അവസ്ഥയിലാണ്, അലസതയിൽ ആയിരിക്കുന്ന അനുഭവമാണ്. ജ്വലിക്കുന്ന അനുഭവത്തിലേക്ക് ഞങ്ങളുടെ ആന്തരിക ജീവിതത്തെ അവിടുന്ന് ഉണർത്തണമേ. മാത്രമല്ല, അങ്ങനെ സാധിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് വസിക്കണമേ. കം ലോർഡ് ജീസസ്, abide in my heart. കർത്താവെ, അവിടുന്ന് ഞങ്ങൾ വസിക്കണമേ, സ്ഥിരമായും സ്ഥായിയായും.
നിന്റെ ആലോചനയിൽ ഞങ്ങളെ നടത്തണമേ. നിന്റെ കൃപയിൽ ഞങ്ങളെ നീ നയിക്കണമേ. നിന്റെ ശക്തി ഞങ്ങൾക്കെപ്പോഴും ലഭ്യമാക്കണമേ. മാത്രമല്ല, അവിടുന്ന് ഞങ്ങൾ വസിക്കുമ്പോൾ ഞങ്ങൾ സ്നേഹത്തിൽ നിറഞ്ഞവരായി തീരും. ഞങ്ങളുടെ വാക്കിൽ സ്നേഹം, ഞങ്ങളുടെ പെരുമാറ്റത്തിൽ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും സ്നേഹം നിറഞ്ഞ അനുഭവത്തിൽ ഞങ്ങളായിത്തീരുന്നു. സ്നേഹത്തിൻ്റെ ചാനലുകളായി നാഥ ഞങ്ങളെ ഓരോരുത്തരെയും ആക്കി തീർക്കണമേ. ഞങ്ങൾക്ക് ഏറെ പോകുവാനുണ്ട്, വളരുവാനുണ്ട്. അവിടുത്തെ വലിയ അപൂർണതയിലേക്കുള്ള വളർച്ചയിൽ തടസ്സങ്ങളായി നിൽക്കുന്ന സകലത്തെയും മാറ്റി അനുസ്യൂതമായി അനുക്രമമായി വളർന്ന് ആ ലക്ഷ്യത്തിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മോറാൻ യേശുമിശിഹാ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളിൽ നിന്ന് അടയ്ക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാകും, ഞങ്ങൾ ഏറ്റു പറയുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണം. കർത്താവേ, നിന്റെ മരണം, നിന്റെ സ്നേഹം നിന്റെ ഇടത്തിൽ ഞങ്ങളുടെ പക്കൽ നിന്നെ ഇറക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ.